ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഷീറ്റ് എന്ന ഏരിയയാണ്. കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട തിയറീസും പ്രോബ്ലംസും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. A cost sheet is a statement showing the detailed breakdown of total cost of a product or job for a specified period. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ടോട്ടൽ കോസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്, അതായത് സബ് ഡിവൈഡ് ചെയ്യാണ്. എന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണ്. അതിന് പറഞ്ഞ പേരാണെന്ത്? കോസ്റ്റ് ഷീറ്റ്. അതായത് ഒരു കമ്പനിക്ക് ഇപ്പോൾ 1,00,000 രൂപയുടെ കോസ്റ്റ് ഉണ്ട്, അതിൽ പല കോസ്റ്റുകൾ ഉണ്ടാക്കും. അത് ഏതൊക്കെ കോസ്റ്റുകളാണ്, ഈ 1,00,000 രൂപയുടെ കോസ്റ്റുകൾ ഏതൊക്കെ കോസ്റ്റുകളാണെന്ന് എന്ത് ചെയ്യുന്നു, സബ് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിന് പറഞ്ഞ പേരാണെന്ത്? കോസ്റ്റ് ഷീറ്റ്. മറ്റു മീൻ നോക്കാം. It refers to statement of cost of goods manufactured and sold. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഒരു ഗുഡ്സ് മാനുഫാക്ചർ മുതൽ അത് വിൽക്കുന്നത് വരെയുള്ള കോസ്റ്റുകൾ രേഖപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറഞ്ഞ പേരാണിത് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ ഒരു കമ്പനി ഒരു ഗുഡ്സ് മാനുഫാക്ചർ മുതൽ അത് വിൽക്കുന്നത് വരെയുള്ള കോസ്റ്റുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണിത് കോസ്റ്റ് ഷീറ്റ്. ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വേരിയസ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലെന്ത് വരും? വ്യത്യസ്തമായിട്ടുള്ള എലമെൻറ്റ് ഓഫ് കോസ്റ്റ് വരും. നമ്മൾ പറഞ്ഞത് 3 എലമെൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ് 3 എലമെൻറ്റ്? ഒന്ന് മെറ്റീരിയൽ, മറ്റൊന്ന് ലേബർ, ദെൻ എക്സ്പെൻസ്. ഈ 3 എലമെൻറ്റ്സും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത് കോസ്റ്റ് ഷീറ്റ്. ഇറ്റ് ഷോസ് ഹൗ ടോട്ടൽ കോസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സ്റ്റെപ്പ്. ഇത് നമുക്ക് കാണിക്കും എങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ പേരാണിത് കോസ്റ്റ് ഷീറ്റ്. അവിടെ ഒരുപാട് സെൻറ്റൻസ് പറഞ്ഞു. ഓരോ സെൻറ്റൻസും കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഷീറ്റിൻ്റെ പർപ്പസ് ഓർ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഹെൽപ്സ് ഇൻ അസർട്ടൈൻ ടോട്ടൽ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ടോട്ടൽ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റും കണ്ടെത്താൻ സഹായിക്കും, കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. സെക്കൻഡ് പോയിൻ്റാണ് അസിസ്റ്റ് ഇൻ ഫിക്സിങ് സെല്ലിംഗ് പ്രൈസ്. ഒരു കമ്പനിക്ക് എത്ര സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാം എന്നത് കണ്ടെത്താൻ കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് ഫെസിലിറ്റേറ്റ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതും കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ കോസ്റ്റ് റിഡക്ഷൻ. അല്ലേ, കോസ്റ്റ് റിഡക്ഷൻ പറയുന്നതാണ് പെർമനൻറ്റ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ആണിത് കോസ്റ്റ് റിഡക്ഷൻ. ദെൻ എനേബിൾസ് കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. അപ്പോൾ പാസ്റ്റിലെ കോസ്റ്റും പ്രസൻറ്റിലെ കോസ്റ്റും കമ്പയർ ചെയ്യാൻ കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് അസിസ്റ്റ് ഇൻ ബജറ്റിംഗ് ആൻഡ് പ്ലാനിങ്. ഒരു ബജറ്റ് ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കാനും അതുപോലെ തന്നെ പ്ലാനിങ്ങിനും കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. ഹെൽപ്സ് ഇൻ പ്രോഫിറ്റ് ഡിറ്റർമിനേഷൻ. ഒരു കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് എത്രമാത്രം ഉണ്ട് എന്ന് തീരുമാനിക്കാൻ കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. എയ്ഡ്സ് ഇൻ മാനേജിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. യൂസ്ഫുൾ ഫോർ ടെൻഡറിങ് ആൻഡ് കൊട്ടേഷൻ. ഒരു കമ്പനിക്ക് ടെൻഡർ വിളിക്കാനും അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിക്കാനും കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. ഐഡൻറ്റിഫൈസ് ഇൻഎഫിഷ്യൻസീസ് ആൻഡ് വേസ്റ്റേജ്. എവിടെയെങ്കിലും ഇൻഎഫിഷ്യൻസീസ് ഉണ്ടോ അല്ലെങ്കിൽ വേസ്റ്റേജ് ഉണ്ടോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും കണ്ടെത്താനും അത് റെഡ്യൂസ് ചെയ്യാനും കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. അപ്പോൾ പർപ്പസ് ഓർ അഡ്വാൻറ്റേജസ് കൃത്യമായിട്ട് ഓരോ പോയിൻറ്റും മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട ഫോർമാറ്റും പ്രോബ്ലംസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്.
ഇവിടെ ശ്രദ്ധിക്കുക, കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട് 2 രീതിയിലുള്ള പ്രോബ്ലംസാണ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. ഈ 2 രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 രീതിയിലും ഇവിടെയുള്ള നമ്മൾ ഫോർമാറ്റ് കാണിക്കും, അതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോബ്ലംസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. കോസ്റ്റ് ഷീറ്റിൻ്റെ സ്പെസിമെനാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് പറയും, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട തിയറീസിനും പ്രോബ്ലംസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഹെഡിങ് നൽകുക, കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഹെഡിങ് നൽകുക. അതിനുശേഷം ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച്, ഏത് വർഷമാണ് നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നത് ആ വർഷം എഴുതുക. അതിനുശേഷം 2 കോളാണ്, ഒരു പർട്ടിക്കുലർ കോളം, ഒരു എമൗണ്ട് കോളം. അതിൽ എമൗണ്ട് 2 തിരിച്ചിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റും ഉണ്ട്, കോസ്റ്റ് പെർ യൂണിറ്റും ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് മുതൽ എമൗണ്ടിലാണ്, കോസ്റ്റ് പെർ യൂണിറ്റ് മുതൽ യൂണിറ്റിലാണ്. ഇനി യൂണിറ്റിനെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും പ്രോബ്ലത്തിൽ നൽകിയിട്ടില്ലെങ്കിൽ യൂണിറ്റ് കോളത്തിൻ്റെ ആവശ്യമില്ല. പൊതുവേ നമ്മൾ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ എമൗണ്ടിലും ഉണ്ടായിരിക്കും, യൂണിറ്റിലും ഉണ്ടായിരിക്കും. കോസ്റ്റ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുക വ്യത്യസ്തമായുള്ള സ്റ്റെപ്പുകളിലൂടെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുക. പ്രൈം കോസ്റ്റ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടിയതാണ് എന്ത് പ്രൈം കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ഇത് പർട്ടിക്കുലേഴ്സും എമൗണ്ടൊക്കെ വരച്ചിട്ട് ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതുക, ദെൻ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടും. ദെൻ സെക്കൻഡാണ് 2 ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ടോ നോക്കുക. ഏതൊക്കെയാണ് ഫാക്ടറി ഓവർ ഹെഡ് വരുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഫാക്ടറി എക്സ്പെൻസ്. ദെൻ ഡിപ്രിസിയേഷന്, അതർ ഫാക്ടറി. ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ നമുക്ക് ചോദ്യത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഫാക്ടറി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കോസ്റ്റ് ഉണ്ടോ അതാണ് അവിടെ വരിക. ഓക്കെ അല്ലോ. മെയിനായിട്ട് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ ഡിപ്രിസിയേഷന്, ഫാക്ടറി റെൻറ്റ്, ഫാക്ടറി സാലറി. ഫാക്ടറി എന്നുള്ള വേർഡോ അല്ലെങ്കിൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും എവിടെ വരിക? ഫാക്ടറി ഓവർ ഹെഡിലാണ് വരിക. അങ്ങനെ നമ്മൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് ലഭിക്കും. ആദ്യം പ്രൈം കോസ്റ്റ് കാണുക, അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടുക. ദെൻ അടുത്ത സ്റ്റെപ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക. 2 പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും വരും, ഡിപ്രിസിയേഷൻ. ഓഫീസും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അത് ഇവിടെ വരും. ഓഫീസ് ബിൽഡിങ്, ഓഫീസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ വരും, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ വരും. അപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. എന്ത് ലഭിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഒരു സ്ഥാപനം സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ എക്സ്പെൻസുകൾ മുടക്കിയിട്ടുണ്ടോ, സെയിൽസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അതൊക്കെ ഇവിടെ നൽകാം. മെയിനായിട്ട് വരുന്നതാണ് സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് ലഭിക്കും. അപ്പോൾ ഇത്ര വരെയാണ് മെയിനായിട്ട് കോസ്റ്റ് ഷീറ്റ്. ആദ്യം പ്രൈം കോസ്റ്റ്, ദെൻ ഫാക്ടറി ഓവർ ഹെഡ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് ആണെന്ന് ടോട്ടൽ കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് ടോട്ടൽ കോസ്റ്റ്. ദെൻ പ്രോഫിറ്റ് കാണിക്കാം. ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ്, സെയിൽസ്. ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ, പ്രോഫിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചോദ്യത്തിൽ
സെയിൽസ് നൽകിയിട്ടുണ്ട്, പ്രോഫിറ്റ് നൽകിയിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് ഇടുക. കോസ്റ്റിൻ്റെയും സെയിൽസിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും എന്ത്, പ്രോഫിറ്റ്. രണ്ട് രീതിയിലൂടെ ചോദ്യം വരാം. ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തരും, പ്രോഫിറ്റ് തന്നാൽ അല്ല കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടുക, അപ്പോൾ സെയിൽസ് കിട്ടും. ഇനി സെയിൽസാണ് നൽകിയിട്ടില്ലെങ്കിൽ എന്തുണ്ടായിരിക്കില്ല, പ്രോഫിറ്റ് അവിടെ തന്നിരിക്കില്ല. ടോട്ടൽ കോസ്റ്റിൽ നിന്ന് സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയാണ് എന്ത്, പ്രോഫിറ്റ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് യൂണിറ്റിൽ കാണുക? ഇപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, നമുക്ക് യൂണിറ്റ് നൽകും, ഇത്ര പ്രൊഡക്ഷനാണ്. അപ്പോൾ ഓരോ സംഖ്യ, ഇപ്പോൾ മെറ്റീരിയലിൻ്റെ യൂണിറ്റ് കാണുക, മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ എത്രയാണോ യൂണിറ്റ്, അതേറ്റ് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ് കിട്ടും. ഇനി ഡയറക്റ്റ് ലേബർ ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ അതിൻ്റെ മൊത്തം യൂണിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലേബർ കിട്ടും. പിന്നെ ഓരോന്നും യൂണിറ്റ് അടിച്ചു കഴിഞ്ഞാൽ യൂണിറ്റും ലഭിക്കും. അപ്പോൾ കോസ്റ്റിൻ്റെ സ്പെസിമെൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു സ്പെസിമെൻ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരുന്ന എല്ലാ പ്രോബ്ലത്തിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഷുവറാണ്, ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോബ്ലത്തിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള പ്രോബ്ലമാണ്. ഫ്രം ദി ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2024. അപ്പോൾ 2024 കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നൽകിയുള്ള ഡീറ്റെയിൽസ് ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാം. മെറ്റീരിയലും ലേബറും എക്സ്പെൻസൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇത് നോക്കണം, ഇതാണ് യൂണിറ്റ്. അപ്പോൾ യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഓരോ സംഖ്യയും എന്ത് ചെയ്താൽ മതി, 20,000 അടിച്ചാൽ നമുക്കിത് കിട്ടും, യൂണിറ്റിൽ കിട്ടും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസിൽ ഓരോ എമൗണ്ട് ഇവിടെ വായിക്കുന്നില്ല, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോന്നും കൃത്യമായിട്ട് വായിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്താ കണ്ടത്, ആദ്യം നമ്മൾ ആ രീതിയിൽ വരക്കുക. അതിനുശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കും. പ്രൈം കോസ്റ്റിൻ്റോട് കൂടി ഫാക്ടറി ഓവർഹെഡ് കൂട്ടും, ആ ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിൻ്റോട് കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടും, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടും. അതിൻ്റെ കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എന്ത് കിട്ടും, കോസ്റ്റ് കിട്ടും. ദെൻ പ്രോഫിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണെന്ത്, സെയിൽസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞ മാതിരിക്ക് ആദ്യം കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തു. ദെൻ ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2024 എഴുതി. ദെൻ പാർട്ടിക്കുലേഴ്സും എമൗണ്ടും, എമൗണ്ട് 2 ഭാഗം, ടോട്ടൽ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റും. ഇനി ഫസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് പ്രൈം കോസ്റ്റാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് മൂന്നും ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നത് 5,20,000 ഡയറക്റ്റ് ലേബർ വരുന്നത് 3 ലക്ഷമാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത് 80,000. അപ്പോൾ ചോദ്യത്തിൽ കൃത്യമായിട്ട് നോക്കുക, അത് മൂന്നും ആഡ് ചെയ്യുക. അത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് 9 ലക്ഷം കിട്ടും. ഇനി ഇത് യൂണിറ്റ് കാണാൻ അവിടെ ശ്രദ്ധിക്കുക, മെറ്റീരിയലിൻ്റെ യൂണിറ്റ് കാണാൻ 20,000 അവിടെ നൽകിയിട്ടുണ്ട്, 20,000. അപ്പോൾ 5,20,000 ഡിവൈഡ് ബൈ 20,000 ചെയ്ത് കഴിഞ്ഞാൽ 26 കിട്ടും. 3 ലക്ഷം ഡിവൈഡ് ബൈ 20,000 കഴിഞ്ഞാൽ ലേബറിൻ്റെ 15 കിട്ടും യൂണിറ്റിൽ. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് 80,000 ഡിവൈഡ് ബൈ 20,000 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. ആ പ്രൈം കോസ്റ്റ് 9 ലക്ഷം കിട്ടി, അതിൻ്റെ യൂണിറ്റ് 45 കിട്ടി. യൂണിറ്റ് 45. ഓക്കെ ആണല്ലോ. ഇത് ടോട്ടൽ ചെയ്താലും മതി, അല്ലെങ്കിൽ 9 ലക്ഷം ഡിവൈഡ് ബൈ 20,000 ചെയ്ത് കഴിഞ്ഞാലും 45 കിട്ടും. ഇനി ഫാക്ടറി ഓവർഹെഡ് അല്ലേ. ഫാക്ടറി ഓവർഹെഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്. ചോദ്യത്തിൽ എന്തൊക്കെ ഉണ്ട് കൃത്യമായിട്ട് നോക്കാം അല്ലേ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, ഫാക്ടറി എക്സ്പെൻസ് ഉണ്ട്. ഡിപ്രിസിയേഷൻ ഫാക്ടറിയാണ്, ഓഫീസല്ല. അതർ ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടറിയിൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഫാക്ടറി എക്സ്പെൻസ്, ഡിപ്രിസിയേഷന്, അതർ ഫാക്ടറി ഓവർഹെഡ്. അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കാണിച്ചു. എത്രയൊക്കെയാണ് എമൗണ്ട്? 60,000, 40,000, 1 ലക്ഷം, 50,000,
50,000. അങ്ങനെ അത് 3 ലക്ഷം കിട്ടി. ദെൻ 9 ലക്ഷം പ്ലസ് 3 ലക്ഷം 12 ലക്ഷം. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് 12 ലക്ഷം കിട്ടി. അതിൻ്റെ യൂണിറ്റും കാണിക്കാം. യൂണിറ്റിൽ ഇവിടെ 60 കിട്ടുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് ഓരോന്നും എന്ത് ചെയ്യുക, ഓരോ സംഖ്യയും 20,000 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യൂണിറ്റ് ലഭിക്കും. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് നോക്കാം അല്ലേ. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്. ദെൻ ഡിപ്രിസിയേഷൻ ഓഫീസാണ് കേട്ടോ. ഓഫീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡാണ്. ഫാക്ടറി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫാക്ടറിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും ഉണ്ട്, ഡിപ്രിസിയേഷനും ഉണ്ട്. അത് രണ്ടും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എത്ര കിട്ടും? 1 ലക്ഷം കിട്ടും. 12 ലക്ഷത്തോടുകൂടി 1 ലക്ഷം കൂട്ടിക്കഴിഞ്ഞാൽ 13 ലക്ഷം കിട്ടും. അതിൻ്റെ യൂണിറ്റ് 65 എന്ന് കിട്ടും. യൂണിറ്റിൽ 65 എന്ന് കിട്ടും. ഓക്കെ അല്ലോ. ഇനി അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 13 ലക്ഷം എന്ന് കിട്ടി. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് അതിലെന്തൊക്കെയുണ്ട് ഇല്ല. ഈ ചോദ്യത്തിൽ സെല്ലിംഗ് എക്സ്പെൻസും ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ 60,000 40,000 ആണ്. 60,000 40,000 കൂട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം. അപ്പോൾ 13 ലക്ഷത്തോട് കൂടി 1 ലക്ഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 14 ലക്ഷം കിട്ടും. ടോട്ടൽ കോസ്റ്റ് 14 ലക്ഷം. ഈ ടോട്ടൽ കോസ്റ്റ് വരെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഇതുവരെയാണ് ശരിക്കും കോസ്റ്റ് ഷീറ്റ്. ഇനി നമ്മൾ ചോദ്യത്തിൽ എന്താ നൽകിയിട്ടുള്ളത് നോക്കാം. ടോട്ടൽ കോസ്റ്റ് കിട്ടി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. ഇനി അതിനോട് കൂടെ പ്രോഫിറ്റ് നൽകിയിട്ടുണ്ട്. ചോദ്യത്തിൽ പ്രോഫിറ്റ് എത്രയാണ്? 1 ലക്ഷത്തി 50,000 ആണ് പ്രോഫിറ്റ്. ആ 1,50,000 എന്ത് ചെയ്യുന്നു, അതിനോട് കൂടി ആഡ് ചെയ്യുന്നു. 14 ലക്ഷത്തോട് കൂടി 1,50,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15,50,000 കിട്ടും. അവിടെ സെയിൽസ് എത്രയാണ്? 15,50,000 ആണ്. യൂണിറ്റോ 77.50 ആണത് യൂണിറ്റിൽ. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഷീറ്റ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ സാധ്യതയില്ല. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് കോസ്റ്റ് ഷീറ്റ്. ഇവിടെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. എല്ലാ ഐറ്റംസും എന്ത് തന്നെയാണ്, നമ്മൾ ആഡ് ചെയ്യുക തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. കോസ്റ്റ് ഷീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റു രീതിയിലുള്ള പ്രോബ്ലംസും കൂടി നമ്മുടെ സിലബസിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. കോസ്റ്റ് ഷീറ്റിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ്, പക്ഷേ ഇവിടെ എന്തും കൂടി ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റും കൂടി വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുന്നു. ദെൻ ഫോർ ദി പീരിയഡ്, ഏത് വർഷമാണ്, ഏത് ഇയറിലാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ള ഇയർ നൽകുന്നു. അതിനുശേഷം പർട്ടിക്കുലേഴ്സ് എമൗണ്ട് 2 കോളം, ടോട്ടൽ കോസ്റ്റിന് കോളം, കോസ്റ്റ് പെർ യൂണിറ്റിന് 1 കോളം. ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് പ്രൈം കോസ്റ്റ് തന്നെയാണ്. പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കേണ്ട മുമ്പായിട്ട് മെറ്റീരിയൽ കൺസ്യൂമർ നമ്മൾ കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ആദ്യം നമ്മൾ എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലാണ്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കാരേജോ അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡോ, അതായത് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസ്? കാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, ഇത് ആഡ് ചെയ്യുന്നു. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അവൈലബിൾ കിട്ടും. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അവൈലബിൾ കിട്ടും. അതോടുകൂടി നമ്മൾ എന്ത് കുറക്കുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കുറക്കുന്നു. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതിനോടുകൂടി പർച്ചേസും കാരേജും ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അവൈലബിൾ കിട്ടുന്നു. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കുറക്കുന്നു. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ കിട്ടി. ഇനി ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമറോട് കൂടി ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം റോ മെറ്റീരിയൽ കോസ്റ്റാണ്. അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതിനോടുകൂടി പർച്ചേസും കാരേജും ആഡ് ചെയ്യാം.
അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുക. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂമഡ് ലഭിക്കും. അതോടുകൂടി ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്യുക. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. യൂണിറ്റ് സെയിം ആണ് അല്ലേ? നമുക്ക് കിട്ടിയ ഈ ഒരു മെറ്റീരിയലിൻ്റെ ആണെങ്കിൽ അതേ എമൗണ്ട് ഡിവൈഡ് ബൈ യൂണിറ്റ് ചെയ്ത് എന്ത് കിട്ടും? യൂണിറ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ അല്ല? അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ യൂണിറ്റ് കാണാൻ പ്രൈം കോസ്റ്റിൻ്റെ എമൗണ്ട് ഡിവൈഡ് ബൈ എത്ര യൂണിറ്റ് ആണോ അത് അടിച്ചു കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റിൻ്റെ യൂണിറ്റ് ലഭിക്കും. നെക്സ്റ്റ് ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ്. ഇവിടെ നമ്മൾ ആദ്യം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഫാക്ടറി എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിനോട് കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇവിടെ ഇതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആഡും ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ്സും ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ. ഓപ്പണിംഗ് ആഡ് ചെയ്യുക, ക്ലോസിങ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ദെൻ പിന്നീട് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡാണ്. അവിടെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുകയും ചെയ്യുക. അതിൻ്റെ ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അതിനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ദെൻ സെയിം ആണ്, ടോട്ടൽ കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് കിട്ടും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കാണാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൂടെ പർച്ചേസും ക്യാരേജും ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽ കുറക്കുക. പിന്നെ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും സാധാരണ പോലെ ആഡ് ചെയ്യുക. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, അതായത് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾക്ക് ആഡ് ചെയ്യുക. അതോടുകൂടി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ്, ക്ലോസിങ്. അവിടെ ഒറ്റ കാര്യമുള്ളൂ, ഓപ്പണിംഗ് ആഡ്, ക്ലോസിങ് ലെസ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് ആഡും ചെയ്യും വേണം, ക്ലോസിങ് ലെസ്സും വേണം. അതിനുശേഷം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ലഭിക്കും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഇത് എഴുതിങ്ങാണ്ട് തന്നെ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പല രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഷുവറായിട്ടും കഴിയും. ഏത് പ്രോബ്ലംസും ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാലും അത് ആൻസർ ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ മുമ്പ് ചെയ്ത കോഷി തന്നെയാണ്. ഇവിടെ എന്ത് വന്നു? ഓരോന്നിനും ഓപ്പണിങ്ങും ക്ലോസിങ്ങും വന്നു. അപ്പോൾ ഓപ്പണിംഗ് ആഡ് ചെയ്യാണ്, ക്ലോസിങ് ലെസ് ചെയ്യാണ്. അത്ര മാത്രമേ ഇവിടെ കൂടുതൽ വരുന്നുള്ളൂ. വേറെ ഒരു കൺഫ്യൂഷനും ഈ ഒരു ഏരിയയിൽ ഇല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2024. താഴെ നൽകിയുള്ള ഡീറ്റെയിൽസ് പ്രകാരം കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നൽകിയുള്ള ഡീറ്റെയിൽസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്, ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ കോസ്റ്റ് ഷീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കൂടിയും വരുന്ന പ്രോബ്ലമാണ്. കോസ്റ്റ് ഷീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടിയും വരുന്ന പ്രോബ്ലമാണ് അല്ലേ? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു 6 ഐറ്റംസ് കണ്ടാൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതെന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന പ്രോബ്ലമാണ്. ഓക്കെ ആണല്ലോ? എല്ലാത്തിൻ്റെയും ഓപ്പണിംഗ് ആഡ് ചെയ്യാണ്, ക്ലോസിങ് ലെസ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ യൂണിറ്റ് നൽകിയിട്ടുള്ളത് 20,000 യൂണിറ്റാണ്. ആ കാര്യം കൂടിയും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. അത് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഹെഡിങ് നൽകി. അതിനുശേഷം ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2024 ആ ഹെഡിങ് ശേഷം പർട്ടിക്കുലേഴ്സും എമൗണ്ട് കോളം. എമൗണ്ട് 2 ഏരിയ, ടോട്ടൽ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് കാണേണ്ടത് റോ മെറ്റീരിയൽ കോസ്റ്റാണ്. റോ മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എടുക്കണം.
അതോടുകൂടി പർച്ചേസും ക്യാരേജ് ഇൻവേർഡും ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എത്രയാണ്? 80,000. ദെൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് എത്രയാണ്? ആഡ് ചെയ്യുക 6,20,000. അതിനുശേഷം ക്യാരേജ് ഇൻവേർഡ് 20,000 അതും ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ 7,20,000 കിട്ടും. അതിന് പറഞ്ഞ പേരാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അവൈലബിൾ. അപ്പോൾ മെറ്റീരിയൽസ് എത്ര ഉണ്ട്? അവൈലബിൾ ആയുള്ള മെറ്റീരിയൽ 7,20,000 ഉണ്ട്. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അത് എന്ത് ചെയ്യുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ലെസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ചോദ്യത്തിൽ വരുന്നത് 70,000 ആണ്. ആ 70,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6,50,000 എന്ന് കിട്ടും. അതിന് പറഞ്ഞ പേരാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടത്? ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് എടുത്തു, അതിനോടുകൂടി പർച്ചേസും കൂട്ടി ക്യാരേജ് ഇൻവേർഡും കിട്ടി. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കുറച്ചു. ദെൻ ഇനി നമ്മൾ ഏതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസുകളും ലേബറും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് ലേബർ ഉണ്ട് ചോദ്യത്തിൽ. ഡയറക്റ്റ് ലേബർ വരുന്നത് 3,00,000 ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസ് 40,000 ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ആഡ് ചെയ്യുന്നു 3,40,000. അപ്പോൾ 6,50,000 കൂടി 3,40,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9,90,000 കിട്ടും. യൂണിറ്റിലോ 49.5. യൂണിറ്റിൽ കാണുന്നതിന് വേണ്ടി ഓരോ സംഖ്യയും യൂണിറ്റായിട്ട് അടിക്കുക. ഇവിടെ യൂണിറ്റ് എത്രയാണ്? 20,000 യൂണിറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് റോ മെറ്റീരിയൽസിൻ്റെ യൂണിറ്റ് കാണണമെങ്കിൽ 80,000 ഡിവൈഡ് ബൈ 20,000. ദെൻ പർച്ചേസിൻ്റെ കാണണമെങ്കിൽ 6,20,000 ഡിവൈഡ് ബൈ 20,000. അങ്ങനെ ഓരോന്നും 20,000 അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് കിട്ടും? യൂണിറ്റിൽ ലഭിക്കും. ഓരോ ഭാഗത്തും ഞാനത് പറയുന്നില്ല, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആഡ് ചെയ്യാം. ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ചോദ്യത്തിലുള്ളത് നോക്കാം. ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ് ചോദ്യത്തിലുള്ളത് നോക്കാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഒരു ഫാക്ടറി ഓവർഹെഡാണ്. അതുപോലെ ഇൻഡയറക്റ്റ് ലേബറും ഫാക്ടറി ഓവർഹെഡാണ്. ഫാക്ടറി എക്സ്പെൻസ് ഫാക്ടറി ഓവർഹെഡാണ്. ഡിപ്രിസിയേഷൻ ഫാക്ടറി ബിൽഡിംഗ് ഫാക്ടറി ഓവർഹെഡാണ്. അതർ ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇൻഡയറക്റ്റ് കാര്യങ്ങളും ഫാക്ടറി ഓവർഹെഡിലാണ് വരിക. ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. പിന്നെ ഫാക്ടറി ടേമുള്ള ഏതൊരു എക്സ്പെൻസും അതും എന്തിലാണ് വരിക? ഫാക്ടറി ഓവർഹെഡിലാണ് വരിക. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ 60,000, ഇൻഡയറക്റ്റ് ലേബർ 40,000, ഫാക്ടറി എക്സ്പെൻസ് 80,000, ഡിപ്രിസിയേഷൻ ഓൺ ഫാക്ടറി ബിൽഡിംഗ് 50,000, അതർ ഫാക്ടറി ഓവർഹെഡ് 50,000. അങ്ങനെ ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് 2,80,000 ലഭിക്കും. ഇനി പ്രൈം കോസ്റ്റിനോട് കൂടി ഈ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുക. 9,90,000 പ്ലസ് 2,80,000 ഈക്വൽ ടു 12,70,000 ലഭിക്കും. അതിനോടുകൂടി ഇനി ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുന്നു. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 60,000 ആണ്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 50,000 ആണ്. അപ്പോൾ അതിനോടുകൂടി 60,000 ആഡ് ചെയ്യുക. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 60,000 ആഡ് ചെയ്യുക, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് 12,80,000 ലഭിക്കും. യൂണിറ്റിൽ 64 ലഭിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വരുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വരുന്നത് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്, മറ്റൊന്ന് ഡിപ്രിസിയേഷൻ ഓൺ ഓഫീസ് ഫർണിച്ചറാണ്. ഈ രണ്ട് ഐറ്റംസും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 70,000 ആണ്, ഡിപ്രിസിയേഷൻ ഓൺ ഓഫീസ് ഫർണിച്ചർ 20,000 ആണ്. 90,000 ലഭിക്കും. 12,80,000 കൂടി 90,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
17,70,000 കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. 17,70,000 ലഭിക്കും. യൂണിറ്റിൽ 68.5 എന്ത് ലഭിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് ലെസ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് ലെസ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 1,00,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 1,20,000 ആണ്. അപ്പോൾ 1,00,000 ആഡ് ചെയ്തിട്ട് എന്ത് കുറക്കുക? 1,20,000 കുറക്കുക. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. എത്രയാണ്? 13,50,000 ആണ്. യൂണിറ്റിൽ 67.5 ആണ്. ഇനി അതിനോടുകൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യാം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യാം. എന്തൊക്കെയാണ് ചോദ്യം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉള്ളത്? ഇല്ല, ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസും ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും ഉണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് 60,000, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 40,000. അങ്ങനെ 1,00,000. ആ 1,00,000 ആഡ് ചെയ്തു. അങ്ങനെ 1,00,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 14,50,000 ആണ്. ടോട്ടൽ കോസ്റ്റ് 14,50,000 ആണ്. അതിനോടുകൂടി നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യാം. പ്രോഫിറ്റ് ചോദ്യത്തിൽ എത്ര പറഞ്ഞിട്ടുള്ളത്? പ്രോഫിറ്റ് 1,50,000 ആണ്. ആ 1,50,000 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ 16,00,000 എന്ന് കിട്ടും. ഇവിടെ ടോട്ടൽ സെയിൽസ് ലഭിക്കുന്നത് 16,00,000 ആണ്. യൂണിറ്റിൽ 80 ആണ്, 80 ആണ് ലഭിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ 2 രീതിയിലുള്ള കോസ്റ്റ് ഷീറ്റാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിക്കുക. ആ ഫോർമാറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ളൂ എന്ത്? കോസ്റ്റ് ഷീറ്റ്. നമ്മളിവിടെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നെ നോക്കണം. പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. എന്ത് ചെയ്ത് നോക്കുക? നിങ്ങൾ പേപ്പറിൽ എഴുതി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, താങ്ക് യു.